വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തു വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരീസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖമാചരിക്കാനാവുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മാർച്ച് മാസം 6-ാം തീയതി ഈ രാത്രിയിൽ നമ്മൾ വീണ്ടും ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഈശോ നമ്മൾ ആരാണ് എന്ന് നമ്മോട് പറയുകയാണ്. അല്ലെങ്കിൽ ഈശോയും നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, നമ്മുടെ ആ ബന്ധത്തിലെ സ്റ്റാറ്റസ് എന്താണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ തന്നെ തന്നെ വിളിക്കുന്നത് മണവാളൻ എന്നാണ്. ആരാണ് മണവാളൻ? മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അപ്പോൾ ആരാണ് മണവാട്ടി? തൻ്റെ കൂടെ നടക്കുന്നവരെ കുറിച്ച് ഈശോ പറയുകയാണ്, ഇവരെൻ്റെ മണവാട്ടിമാരാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുമായിട്ടുള്ള മനുഷ്യവർഗത്തിൻ്റെ ബന്ധം ആ മണവാളനും മണവാട്ടിയും എന്ന ഒരു രീതിയിലുള്ള ബന്ധമാണെന്ന് പിന്നീട് ആരോ കണ്ടുപിടിച്ച ഒരു സ്റ്റാറ്റസ് അല്ല. അത് ഈശോ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എനിക്കും എന്നിൽ വിശ്വസിക്കുന്നവർക്കും തമ്മിൽ ഒരു വൈവാഹിക ബന്ധത്തിൽ എന്നതുപോലെ, ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ എന്നതുപോലെ തീഷ്ണതയുള്ള, ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന്. എന്താണ് ഈ മണവാളൻ മണവാട്ടി ബന്ധത്തിൻ്റെ പ്രത്യേകത? മണവാളൻ തന്നെ പൂർണ്ണമായി, തൻ്റെ ജീവൻ പൂർണ്ണമായി മണവാട്ടിക്ക് കൊടുക്കുന്നു. മണവാട്ടി തനിക്ക് മണവാളൻ തന്നെ തരുമ്പോൾ മണവാളനെ സ്വീകരിക്കുന്നു. അപ്പോൾ പൂർണ്ണമായൊരു സമർപ്പണവും, പരസ്പരം പൂർണ്ണമായ സമർപ്പണവും പൂർണ്ണമായ സ്വീകരിക്കലുമുള്ള ഒരു ബന്ധത്തിൻ്റെ പ്രതീകമാണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. ഇതിൽ മണവാളൻ ഒന്നും തന്നെ തനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. മണവാട്ടി ഒന്നും തന്നെ തനിക്ക് വേണ്ടി തൻ്റേതെന്ന്, തനിക്ക് രഹസ്യമായിട്ട് തൻ്റെ മാത്രമെന്ന് പറഞ്ഞ് ഒന്നും മാറ്റിവെക്കാൻ പറ്റില്ല. മണവാളനുള്ളത് മുഴുവൻ മണവാട്ടിയുടേതാണ്, മണവാട്ടിക്കുള്ളത് മുഴുവൻ മണവാളൻ്റേതാണ്. അതുകൊണ്ടാണ് അവിലായിലെ അമ്മ ത്രേസ്യ പറഞ്ഞത്, ഈ മണവാളനെ പൂർണ്ണമായി സ്വീകരിക്കാൻ ഒരാത്മാവിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ പൂർണ്ണമായി കൊടുക്കുക എന്നതാണ്. പൂർണ്ണമായി നമ്മുടെ മാനുഷിക ബലഹീനതകളോടൊപ്പം നമ്മെ തന്നെ പൂർണ്ണമായി, നമ്മുടെ ആ കുറവ്, നമ്മുടെ ആ ലിറ്റിൽനെസ് നമ്മെ തന്നെ കൊടുക്കുമ്പോഴാണ് കർത്താവിൻ്റെ പൂർണ്ണത നമ്മളിലേക്ക് ലഭിക്കുന്നത്. പൂർണ്ണമായി കൊടുക്കുകയും പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യുക. അതുപോലെ ഈശോയിൽ ലയിച്ചു ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ തപസ് കാലത്തിൻ്റെ യാത്ര ഈശോയിൽ ലയിച്ചു ചേരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എപ്രകാരം മണവാട്ടി മണവാളനിൽ ലയിച്ചു ചേരുന്നത് പോലെ ഈശോയിൽ ആത്മാവ് ലയിച്ചു ചേരുന്നതിനുള്ള ഒരു യാത്രയാണ് പ്രിയപ്പെട്ടവരെ ഈ തപസ് കാലത്തിൻ്റെ യാത്ര. അങ്ങനെ പൂർണ്ണമായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഉപവാസവും ത്യാഗവും കുരിശിൻ്റെ വഴിയും മറ്റ് പാപപരിഹാര പ്രാശ്ചിത്ത പ്രവർത്തികളുമെല്ലാം നമ്മെ തന്നെ ഈശോയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി, ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അച്ഛൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്, എല്ലാ മനുഷ്യർക്കും, ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈശോയുമായിട്ടുള്ള
ബന്ധത്തിൻ്റെ, ആ ലയിച്ചു ചേരലിൻ്റെ ആനന്ദം കൈവരിക്കാൻ സാധിക്കട്ടെ. അത് കൈവരിക്കുന്നതിനുള്ള യാത്ര ത്വരിതഗതിയിലാകട്ടെ, അതിൻ്റെ വേഗത വർദ്ധിക്കട്ടെ, നന്മയുണ്ടാകട്ടെ. നമുക്ക് ഈ രാത്രിയിൽ ഈ ദിവ്യകാരുണ്യാശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സാധിക്കുന്നവർ ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ഓരോ തുള്ളി രക്തത്തിലേക്കും ഇതാ ദിവ്യകാരുണ്യനാഥൻ്റെ മുഖശോഭ തുളഞ്ഞു കയറുകയാണ് എന്ന് അനുഭവിച്ചുകൊണ്ട്, അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട്, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും, ലോകത്തിൽ ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവർ, അലഞ്ഞു നടക്കുന്നവർ, ഭവനമില്ലാത്തവർ, ഏകാന്തതയിലും നിരാശയിലുമൊക്കെ ആയിട്ടുള്ളവർ, പലതരത്തിലുള്ള മാനസിക ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യാശീർവാദം സ്വീകരിക്കാം. ഈശോയേ, 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 ഈശോയേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ളൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നന്നായി വിശ്രമിക്കുകയും നാളെ കൂടുതൽ ഊർജത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷയിൽ വ്യാപൃതരാകുവാൻ സാധിക്കുകയും ചെയ്യട്ടെ. നാളെ രാത്രി വീണ്ടും ഇതേ സമയത്ത് ഒരുമിച്ച് കൂടുന്നതുവരെ, വീണ്ടും കാണുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.